ഓക്കെ, മുരിങ്ങയ്ക്കയും ചേമ്പും എല്ലാം നല്ല വെന്ത് നല്ല ടേസ്റ്റാണ് ഈ മീൻ കഴിക്കാനായിട്ട്. ഹലോ, വെൽക്കം ടു അജയ് കിച്ചൺ. ഇന്ന് ഞാനൊരു മീൻ കറി ഉണ്ടാക്കുന്നേ. അതിന് വേണ്ടിയിട്ട് 600 ഗ്രാം അയില വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ടേ. പിന്നെ ഒരു 6 ചേമ്പ്, അത് ചെറിയ ചേമ്പില്ലേ, ആ ചേമ്പ് ഓരോന്ന് 4 കഷ്ണങ്ങളാക്കി കഴുകി വെള്ളത്തിൽ ഇട്ട് 2-3 വെള്ളത്തിൽ കഴുകിയിട്ട് വെച്ചേക്കെ. അപ്പോൾ അതും വെച്ചിട്ട് നമുക്കിത് റെഡിയാക്കാൻ തുടങ്ങാം. അതിന് മുമ്പേ ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളെടുത്ത് വെക്കാം. ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഇതിനകത്ത് രണ്ട് ടീസ്പൂൺ പിരിയം മുളക് പൊടി ഇട്ട് കൊടുത്ത് ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം. ഇത് പിടിക്കട്ടെ. നമുക്ക് ഗ്യാസ് ഓണാക്കാം. ഇതിലോട്ട് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. മതി. ചൂടായ എണ്ണയിലോട്ട് ഒരു 10-20 കുഞ്ഞുള്ളിയല്ലേ, സാമ്പാർ ഉള്ളി, അതൊക്കെ കൊടുത്തേ. ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ കുഞ്ഞുള്ളി വഴന്ന് കിട്ടേ. ഒരു മിനിറ്റ് ഒന്നിട്ട് വഴറ്റിയാൽ മതി. ഇനി ഇതൊന്നൊന്ന് മാറ്റി വെക്കാം. ഇതൊന്ന് തണുത്ത് കിട്ടട്ടെ. ഇനി ഒരു ചട്ടി അടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഇതിലോട്ട് 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. അജയ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ നന്ദിയുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തേ. ഇതിൻ്റെ ഒരു പച്ച മണം ഒന്ന് മാറിക്കിട്ടേ. ഇതിലോട്ട് നമ്മളിപ്പോൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ചേമ്പില്ലേ, അതിട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റി കിട്ടണം. ചേമ്പ് ഒരു പാതിയോളം വേവായിട്ട് ബാക്കിയൊക്കെ ഇട്ട് കൊടുക്കാമല്ലേ. ചേമ്പിനകത്ത് ഈ മസാലയൊക്കെ ചെന്ന് കഴിയുമ്പം വേഗം കുറച്ച് പാടെടുക്കാം. ഇനി നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഈ ഒന്ന് സിമ്മിനും മീഡിയത്തിനും ഇടയ്ക്ക് കവർ ചെയ്തിട്ടേ ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. നമ്മുടെ ചേമ്പ് നോക്കാം. ചേമ്പൊക്കെ പകുതിയോളം വേവാറായി വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഒരു മുരിങ്ങയ്ക്ക, പിന്നെ ഇതേപോലൊരു തക്കാളി, അത് കഷ്ണമായിട്ട് ഇത് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് നമ്മളിപ്പോൾ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മസാലയില്ലേ, മുളകും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ആയിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ആയിട്ട് അത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വെച്ച് വെള്ളം ഒഴിച്ച് കൈ വെക്കാം.
നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാനൊരു ചേമ്പ് ഞാൻ ഒരു 3 മിനിറ്റോളം വെച്ചിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ മല്ലിയുടെയും മുളകിൻ്റെയൊക്കെ ഒരു പച്ചമണമൊന്ന് മാറി കിട്ടുന്നത് വരെ നോക്കാം. ഈ ഒന്ന് ഇച്ചിരി ഒന്ന് ശകലം ഒന്ന് വെക്കാം. മീഡിയത്തിൽ വെച്ചിട്ടുണ്ടേ. ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഒരു ശക്കലൊന്ന് തീർപ്പ് വയ്ക്കാം. സിമ്മിലോട്ട് വെക്കാം. കവർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിനി ഇപ്പം ഞാൻ വഴറ്റി വെച്ചിരുന്ന കുഞ്ഞുള്ളിയില്ലേ, ഇതൊന്ന് ഒരു മിക്സർ ജാറിലിട്ടൊന്ന് നല്ലതുപോലെ നരച്ചെടുത്തിട്ട് വരെ നമ്മുടെ മസാല നോക്കാം. ഒരു മിനിറ്റ് ഒന്ന് ഇട്ടിട്ടേ ഉള്ളേ. ഇനി ഇതിലോട്ട് ഇപ്പം നമ്മൾ ഈ അരച്ചെടുത്തുകൊണ്ടുവന്ന് നമ്മൾ വഴറ്റി വെച്ചിരുന്ന കുഞ്ഞുള്ളിയില്ലേ, അതിട്ട് കൊടുക്കുക. ഇത് നല്ലതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമ്മളിപ്പോൾ ഈ അരച്ച ഈ മിക്സിയുടെ ജാറും കുറച്ച് കഴുകി ഒഴിക്കാം. നമ്മൾ മസാല കലക്കി വെച്ചിരുന്ന മുളക് പൊടിയൊക്കെ ഇല്ലേ, അതിൻ്റെ ജാറും ഒക്കെ കഴുകി ആ ബോളും ഒക്കെ കഴുകി ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി അത് കുറച്ചും കൂടെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഒഴിക്കാം. കാര്യം കഷ്ണങ്ങളൊക്കെ വേവണം, മീൻ വേവണം. മതി. ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇത് അരപ്പ് തിളയ്ക്കട്ടെ. നോക്കാം, നമ്മൾ അരപ്പൊക്കെ നല്ല തിളച്ച്. ഇനി ഇതിലോട്ട് ഞാനൊരു 3 കുടംപുളി 3 കഷ്ണമേ, അത് കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ റെഡിയാക്കിയിട്ട് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം. പിന്നെ പുളിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്ത് ഈ മീനില്ലേ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന അതിട്ട് കൊടുക്കുക. ഇതിലോട്ട് ഈ കറിക്ക് ആവശ്യമുള്ള ഉപ്പിട്ടിട്ടില്ല, ഇപ്പോൾ ഇടുന്നേ ഉള്ളേ. എന്നിട്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മീനും മുരിങ്ങയ്ക്കയും ചേമ്പും തക്കാളിയും എല്ലാം കൂടെ കിടന്ന് വേവട്ടെ. ഇത് മീഡിയത്തിൽ വെച്ച് കൊടുത്ത് ഒരു 8 മിനിറ്റ് 9 മിനിറ്റ് നമുക്കിങ്ങനെ 8-9 മിനിറ്റ് നമുക്ക് നോക്കാം. 8-9 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ, മീഡിയത്തിൽ കിടക്കട്ടെ. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. വളരെ വളരെ നന്ദിയുണ്ട്. നമ്മുടെ മീൻകറി നോക്കിയാലോ, നല്ല മണം. ഇതിപ്പോൾ ഒരു 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ. ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂണോളം വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി അതിട്ട് കൊടുക്കും.
ഇതൊന്ന് ചുറ്റി കൊടുക്കാം. നമ്മളെ കിഴങ്ങല്ല ചേമ്പ് മുരിങ്ങയ്ക്ക ഏറ്റവും നല്ല വെന്തിട്ടുണ്ടേ. ഇനി ഇതിലോട്ട് 6 മിനിറ്റായേ. ഇനി ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റും കൂടെ ഇങ്ങനെ ഒന്ന് തിളയ്ക്കട്ടെ. മീൻ നോക്കേ. 1 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ഗ്യാസ് ഓഫാക്കാറ്. ഒന്ന് ചുറ്റി കൊടുക്കാം. നല്ലൊരു മണം വരുന്നുണ്ട്, നല്ല മണം. ഓക്കെ, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീനാണ്. ഓക്കെ, അടിപൊളി മീനാണ്. നമ്മുടെ മുരിങ്ങയ്ക്കയും ചേമ്പും, അതിന് മുട്ട ഉണ്ടായിരുന്നു ഈ മീനിനകത്ത്. ഓക്കെ, മുരിങ്ങയ്ക്കയും ചേമ്പും എല്ലാം നല്ല വെന്ത് നല്ല ടേസ്റ്റാണ് ഈ മീൻ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട്